അതാ ഏകദേശം 2:45 അപ്പോൾ 2:40 ആകുമ്പോൾ മോള് സ്കൂൾ വിട്ടാ. അപ്പോൾ മോള് ബസ്സിലാണ് വരല്. അപ്പോൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ സ്കൂളും നമ്മളെ വീടും തമ്മിൽ ഏകദേശം ഒരു 10 മിനിറ്റുള്ള ദൂരമുള്ളൂ കേട്ടോ. എന്നാൽ പിന്നെ വഴി വരെ പോയി കണ്ട് മോളൊന്ന് ജസ്റ്റ് കൂട്ടിങ്ങാണ്ട് വരാമല്ലോ എന്ന് വെച്ചിട്ടുണ്ട്. ഈ പുറത്തിറങ്ങണത് അപ്പോൾ പോകുന്ന വഴിക്ക് എന്ത് ചെയ്ത് ആയാലും ഒരു ഡ്രസ്സൊക്കെ ഒന്ന് തിരിച്ചും മറിച്ച് കിട്ടുന്നുണ്ട്, നമ്മളെ ദോശ മറിച്ചിടുന്ന പോലെ. പക്ഷേ എന്താണെന്നറിയില്ല, ഇന്ന് വെയിലും ഇല്ല മഴയില്ല, ആകെപ്പാടെ മൂടി കിട്ടിയൊരു അന്തരീക്ഷം കേട്ടോ. അപ്പോൾ ദാ മോള് ബസ് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ. എന്താ പറയുക, നമ്മളെ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മെയിൻ റോഡ് കാണാം. എന്നാലും ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പായതുകൊണ്ട് നല്ല എഴുജന്തുക്കളെ ശല്യം, നായ്ക്കളെ ശല്യം ഉണ്ട് കേട്ടോ. അപ്പം ഇനി അത് കണ്ടുങ്ങാണ്ട് കുട്ടികൾ ഇനി ആകെ ഒരു സീനാവണ്ടല്ലോ എന്ന് വിചാരിച്ചങ്ങാണ്ട് ഞാൻ ജസ്റ്റ് ഒന്നുണ്ട് കുറച്ചങ്ങോട്ട് മുന്നോട്ട് നടക്കൂട്ടാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണ്, അവർക്കൊരു സമാധാനം ഉണ്ടാ. അപ്പോൾ അതാ ഏകദേശം കണ്ടില്ലേ ഈ ഒരു ദൂരമുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ അവിടെ വരെ പോയി നിന്നുണ്ടെങ്കിൽ ബസ്സിലെ ഡ്രൈവർക്കും നമ്മളെ കാണട്ടാ. കാരണം എന്താ വെച്ചാൽ നമ്മൾ രക്ഷിതാക്കളെ കാണുമ്പോൾ അവർക്കും ഒരു സമാധാനമാണ്. അങ്ങനെ ദാ ഏകദേശം ബസ് എത്തിക്കണിട്ടാ. അപ്പോൾ ദാ മോളെ ബസ്സിൽ അവർ കിളിയന്നെ ബസ് റോഡ് ക്രോസ് ചെയ്ത് കൊടുത്തുങ്ങാണ്ട് ഇങ്ങോട്ട് ആക്കി തരുട്ടാ. അപ്പോൾ ദാ മോള് വരുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടാ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ കാണരുതിട്ട്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുതിട്ടാ. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യും.